എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെ അറിയണം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഫോർമുലകളുണ്ട്. അതായത് മൊളാലിറ്റി, അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാം. മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ പ്രോബ്ലമായിട്ട് വരാം. മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുലകൾ കൈ ഈക്വൽ ടു NA ഡിവൈഡ് ബൈ NA പ്ലസ് NB പോലുള്ള പ്രോബ്ലം വരാം. അപ്പം അതുകൂടാതെ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 4 ഫോർമുലകൾ MB ഈക്വൽ ടു WB ബൈ WA ഇൻറ്റു P0A ഡിവൈഡ് ബൈ P0A മൈനസ് PA ഇൻറ്റു MA. അത് റിലേറ്റീവ് ലോവറിംഗ് അല്ലെങ്കിൽ വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുക. ഇനി എലിവേഷൻ ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം വന്നാൽ MB ഈക്വൽ ടു WB ബൈ WA ഇൻറ്റു KB ഡിവൈഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു 1000 എന്ന ഫോർമുല ഉപയോഗിക്കാം. പിന്നെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാവുന്ന ചോദ്യം വന്നാൽ ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. MB ഈക്വൽ ടു WB by WA into KF divided by delta TF into 1000 എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇനി ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ MB ഈക്വൽ ടു WB by V, അവിടെ WA ന് പകരം V into RT by pi എന്നറിയപ്പെടുന്ന ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ R ന്റെ വാല്യൂസ് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. R ന്റെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ ഓസ്മോട്ടിക് പ്രഷറിന്റെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് R ന്റെ വാല്യൂ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ അതിൽ ഓസ്മോട്ടിക് പ്രഷറിന്റെ യൂണിറ്റ് അറ്റ്മോസ്ഫിയറിനാണ് തരുന്നതെങ്കിൽ നിങ്ങൾ R ന്റെ വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ഇനി ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ ബാറിലാണ് തന്നിട്ടുള്ളതെങ്കിൽ R ന്റെ വാല്യൂ 0.083 എന്ന വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത്. 0.083 ലിറ്റർ ബാർ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. ഇനി R ന്റെ വാല്യൂ പാസ്കലിലാണ്, ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ പാസ്കലിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ R ന്റെ വാല്യൂ ഉപയോഗിക്കേണ്ടത് 8.314 into 10 raised to 3 ലിറ്റർ പാസ്കൽ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ വേണം. R ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം. ഓസ്മോട്ടിക് പ്രഷറിന്റെ യൂണിറ്റ് മാറുന്നതനുസരിച്ച് R ന്റെ വാല്യൂസിനും വ്യത്യാസം വരും. ഇനി അടുത്ത വേറെ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ മോളിക്കുലർ മാസിനകത്ത് വരുന്ന അബ്നോർമാലിറ്റി പറ്റി ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളും കൂടെ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്കറിയാം, അസോസിയേഷനോ ഡിസോസിയേഷനോ വരാത്ത ഗ്ലൂക്കോസ്, യൂറിയ പോലുള്ള ആൾക്കാരിൽ വാൻ ഡെ ഹോഫ് ഫാക്ടർ 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോർമുലകൾ ഉപയോഗിക്കാൻ നമുക്ക് ഈസി ആയിട്ട് കഴിയും. അതേസമയം ചില സോൾട്ടുകൾ വരുന്ന സമയത്ത്, ഉദാഹരണം കാൽസ്യം ക്ലോറൈഡ് CaCl2, പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 പോലുള്ള സോൾട്ടുകൾ വന്നാൽ, അല്ലെങ്കിൽ അസോസിയേഷൻ വരുന്ന അസറ്റിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് പോലുള്ള ആൾക്കാരെ പറ്റിയാണ് ചോദ്യത്തിൽ വന്നാൽ നിങ്ങൾ അതിനകത്ത് ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോണം. അതിനകത്ത് വാൻ ഡെ ഹോഫ് ഫാക്ടറിന്റെ പ്രസൻസ് കൂടെ ഓർത്തോണം. ഓക്കെ, അപ്പൊ സാധാരണ അസോസിയേഷനോ ഡിസോസിയേഷനോ ഇല്ലാത്ത യൂറിയ, ഗ്ലൂക്കോസ് പോലുള്ള സൊല്യൂട്ട് ആണ് പറയുന്നതെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതേസമയം അവിടെ സൊല്യൂട്ടിന്റെ പേര് കാൽസ്യം ക്ലോറൈഡ് എന്നോ സോഡിയം ക്ലോറൈഡ് എന്നോ മഗ്നീഷ്യം സൾഫേറ്റ് എന്നോ പൊട്ടാസ്യം സൾഫേറ്റ് എന്നോ അസറ്റിക് ആസിഡ് എന്നോ ഒക്കെ പറയുന്ന, അതായത് അസോസിയേഷൻ ഡിസോസിയേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഫോർമുലയുടെ ഒറിജിനൽ രൂപം എടുത്തിട്ട് അതിനകത്ത് വാൻ ഡെ ഹോഫ് ഫാക്ടർ കൂടെ ഉൾപ്പെടുത്തി വേണം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നത്, അതായത് ഇത് ഡെറൈവ് ചെയ്ത ഈ ഫോർമുലയാണ്. ഇതിൽ നിന്നാണ് P0A minus PA divided by P0A equal to Kb എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ വരുന്ന കേസാണെങ്കിൽ നിങ്ങൾ വാൻ ഡെ ഹോഫ് ഫാക്ടറിന്റെ കാര്യം കൂടെ അവിടെ ഓർത്തോണം. I into Kb എന്ന ഫോർമുല ഉപയോഗിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ഡെൽറ്റ TB equal to KB into M എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. പക്ഷേ വാൻ ഡെ ഹോഫ് ഫാക്ടറിന്റെ ആവശ്യം വരുന്ന സ്ഥലങ്ങളില്ല. അത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. സോൾട്ടുകളിലും അസറ്റിക് ആസിഡോ ബെൻസോയിക് ആസിഡോ പോലുള്ള ആൾക്കാരൊക്കെ വന്നാൽ, ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ ഇതുപോലെ തന്നെ I into വരണം. ഇവിടെ അതുപോലെ, ഇവിടെ അതുപോലെ. ഓക്കെ, അപ്പോൾ ഈ ഒറിജിനൽ ഫോർമുല ഞാനൊന്ന് മോഡിഫൈ ചെയ്യുന്നു. P0A minus PA divided by P0A equal to I into Kb എന്ന് ഓർമ്മിച്ചോണം. Delta TB equal to I into KB into M.
delta TF equal to I into KF into M, phi equal to I into nRT by V എന്ന ഫോർമുല ഓർമ്മിച്ചോണം. ശരി, ഇനി ഇതിനകത്ത് വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് കെ ബിയുടെയും കെ എഫിന്റെ ഒക്കെ യൂണിറ്റ് ഓർമ്മിച്ചോണം. അത് വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അത് കെൽവിൻ, കിലോഗ്രാം, മോഡ് ടു -1 ആണ്. കെ ബിയുടേതായാലും കെ എഫിന്റെ ആയാലും യൂണിറ്റ് കൂടെ അതും പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, യൂണിറ്റ് ചോദിക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഈ ഫോർമുല ബേസ് ചെയ്ത് പി ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി ബേസ് ചെയ്ത പ്രോബ്ലം അതിനകത്തുണ്ട്. then പി എ ഈക്വൽ ടു പി സീറോ ഇൻറ്റു കൈ എയും പി ബി ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു കൈ ബിയും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇത് തൽക്കാലം 1-2 സാമ്പിൾ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി പോകണം. (200 centimeter cube of an aqueous solution of a protein contains 1.26 gram of protein. അടുത്ത സെന്റൻസ്, the osmotic pressure of such solution at 300 Kelvin is found to be 2.57 into 10 raised to -3 bar. Calculate molar mass of protein. Question വായിക്കാം. 200 centimeter cube of an aqueous solution of protein contains 1.26 gram of protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to -3 bar. Calculate molar mass of protein. അപ്പോൾ നമുക്കിവിടെ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഗ്ലൂക്കോസ് പോലെ അല്ലെങ്കിൽ യൂറിയ പോലുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ആ ഫോർമുല എം ബി ഈക്വൽ ടു അതെടുത്ത് എഴുതാം. എം ബി ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ ബി ഇൻറ്റു ആർ ടി ബൈ പൈ. ഓക്കെ, അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യമേ ഉള്ളൂ. ഡബ്ല്യു ബി വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പ്രോട്ടീന്റെ വെയിറ്റ് 1.26. അപ്പൊ അവിടെ 1.26 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ ബി വോളിയം ഓഫ് സൊല്യൂഷൻ, അത് 200 സെന്റിമീറ്റർ ക്യൂബ് ആണ്. 200 ml ആണ്. സെന്റിമീറ്റർ ക്യൂബ് 200 ml ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ലിറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് 200 ഗുണം 10 - 3 ലിറ്റർ. കാരണം ആറിന്റെ വാല്യൂസ് എല്ലാം ലിറ്ററിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആറിന്റെ വാല്യൂ ഇവിടെ ഓസ്മോട്ടിക് പ്രഷറിന്റെ യൂണിറ്റ് ബാർ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആറിന്റെ വാല്യൂ 0.083 ഉപയോഗിക്കാം. ടെമ്പറേച്ചറിന്റെ വാല്യൂ അവിടെ ഉണ്ട് 300 കെൽവിൻ ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ 2.57 into 10 raised to -3. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആറിന്റെ വാല്യൂ വെച്ച് ആ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് കൺവേർഷൻ ഓർമ്മിക്കണം. അപ്പോൾ ആറിന്റെ വാല്യൂ വളരെ പ്രധാനമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ട്. Determine the osmotic pressure of a solution prepared by dissolving 25 milligram of K2SO4 in 2 liter water at 25 degrees Celsius
assuming complete dissociation. First ഒന്നുകൂടെ വായിക്കാം. Determine the osmotic pressure of a solution prepared by dissolving 25 milligram of K2SO4 in 2 liter of water at 25 degrees Celsius, assuming complete dissociation. അപ്പോൾ അവിടെ ഓസ്മോട്ടിക് പ്രഷർ ബേസ് ചെയ്താണ്. പക്ഷെ അതിനകത്ത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് K2SO4 ആണ്. K2SO4 എന്നുള്ളത് ഒരു സാൾട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാൻ ഡു പവർ ഫാക്ടർ ഉൾപ്പെടുന്ന ഫോർമുല വേണം അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല പൈ ഈക്വൽ ടു I into N into RT by V. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആറിന്റെ വാല്യൂ ടെമ്പറേച്ചറിന്റെ വാല്യൂ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കെൽവിനാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം എല്ലാം കെൽവിനാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കുമ്പോൾ പ്ലസ് 273 298. അപ്പോൾ ടെമ്പറേച്ചറിന്റെ വാല്യൂ 298 ഇൻടു ഇനി ആറിനെ നമുക്ക് ഏത് വാല്യൂ വേണോ ഉപയോഗിക്കാം. കാരണം ആറിന് ഏത് വാല്യൂ ആണ് ഇവിടെ ഉപയോഗിക്കാം. കാരണം അതനുസരിച്ച് പൈയുടെ യൂണിറ്റ് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ആറിന് ഏത് വാല്യൂ ആണ് ഇവിടെ ഉപയോഗിക്കാം, അതനുസരിച്ച് പൈയുടെ യൂണിറ്റ് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അപ്പൊ എങ്കിൽ ആറിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 0.0821. അപ്പൊ ആറിന്റെ യൂണിറ്റും ആയി, ആറിന്റെ വാല്യൂ ആയി. ഡിവൈഡഡ് ബൈ W. V is the volume of solution. വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 2 ലിറ്റർ. ലിറ്ററിന് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല, കാരണം ആറിന്റെ വാല്യൂസ് എല്ലാം ലിറ്ററിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിക്ക് പകരം 2 ലിറ്റേഴ്സ്. ഓക്കെ, ഇനി N ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്കറിയാം N ഈക്വൽ ടു W/M ആണ്. അപ്പൊ അതിൽ നിന്നാണ് Nന്റെ വാല്യൂസ് അവിടെ എടുക്കേണ്ടത്. അപ്പൊ W തന്നിട്ടുണ്ട്, W 25 മില്ലിഗ്രാം ആണ്. പക്ഷെ നമുക്കിവിടെ അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. 25 മില്ലിഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ സോ ഇൻടു 10⁻³ ഇൻടു 10⁻³ ഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ W-ന് പകരം N ഈക്വൽ ടു W-ന് പകരം 25 ഇൻടു 10⁻³ ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ ഇനി മോളിക്കുലാർ മാസ് വേണം. മോളിക്കുലാർ മാസ് സോൾട്ടിന്റെ പേര് അവിടെയുണ്ട്, K2SO4 ആണ്. അപ്പോൾ അറ്റോമിക് മാസ് കൂട്ടിയെടുത്താൽ മതി. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് 39 ആണ്. അപ്പോൾ 39 ഉള്ള 2 എണ്ണം. സോ 39 ഉള്ള 2 എണ്ണം. 39 ഗുണം 2 പ്ലസ് സൾഫറിന്റെ 32 പ്ലസ് ഓക്സിജൻ 16 ആണ്. 16 ഗുണം 4 ആകുമ്പോഴത്തേക്ക് 32 64 എല്ലാവരും കൂട്ടിയെടുക്കുക 174 നമുക്ക് കിട്ടും. അപ്പോൾ എമ്മിന് വരെ 174. അപ്പോൾ എന്നിന്റെ വാല്യൂ ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 25 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 174 കിട്ടി. ഇനി ഐയുടെ വാല്യൂ കൂടെ വേണം. ഐയുടെ വാല്യൂ കൂടെ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറയുന്നുണ്ട്. സോ പൊട്ടാസ്യം സൾഫേറ്റ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 K+ ഒരു SO4 2-. അപ്പൊ നമുക്കറിയാം ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല അറിയാം. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഒബ്സർവ്ഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമുക്കറിയാം ഒബ്സർവ്ഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2 3 3. ഇവിടെ 1 ഇവിടെ 2 3 ഡിവൈഡഡ് ബൈ തിയറട്ടിക്കലി അത് ഒന്നേ ഉള്ളൂ. സോ വാൻ ഡു പവർ ഫാക്ടറിന്റെ വാല്യൂ അവിടെ 3 ആണ്. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ അവിടെ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോബ്ലം അത് കാണുന്നത് പോലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. Determine the osmotic pressure of a solution prepared by dissolving 25 milligram of K2SO4 in 2 liter of water at 25 degrees Celsius, assuming complete dissociation. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്നത് പോലെ അത്ര ഈസി അല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. ഒന്ന് വാൻ ഡു പവർ ഫാക്ടർ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മിക്കണം. പിന്നെ വാൻ ഡു പവർ ഫാക്ടർ എത്രയെന്ന് കണ്ടുപിടിച്ച് അതിനകത്ത് എഴുതണം. പിന്നെ അതുപോലെ തന്നെ മോളിക്കുലാർ മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മില്ലിഗ്രാമിനെ ഗ്രാം എന്ന യൂണിറ്റിൽ കൺവേർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് അതിന് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളും ആദ്യം ചെയ്യുക. ഓർമ്മിക്കുക. രണ്ടാമത് ഇൻ ടെക്സ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന, അതായത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. അതിനുശേഷം എക്സസൈസുകളുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ ഈ ഒരു ക്രമത്തിൽ ചെയ്ത് പഠിക്കുക. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ആദ്യം വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക.
അതിനുശേഷം എക്സസൈസിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്നെങ്കിൽ, ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം വരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണിത്. അത് പഠിക്കേണ്ട ക്രമം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആറിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് കാണാൻ പഠിച്ച് വെച്ചിരിക്കണം. ഇനി ചെയ്ത് പഠിക്കേണ്ട ഒരു ക്രമം എന്ന് വെച്ചാൽ അവിടെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ആദ്യം വർക്ക് ഡോട്ട് എക്സാമ്പിൾസ്, അത് കഴിഞ്ഞിട്ട് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുന്നു. ആ ക്രമത്തിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിലിൽ ബന്ധപ്പെടുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാം.